क्या हुआ तेरा वादा ആ സർബത്ത് ഇത്തിരി നല്ലോണം ഒഴിച്ചോട്ടാ. കുടിക്കി. എവിടേക്കാ അന്റെ അടുത്തേക്ക് വന്നെ എന്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണല്ലോ. അല്ല, എന്താ നമ്മുടെ ജമാലിന്റെ പാട്? ജമാലിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാനല്ലേ, ഓനിപ്പതാ അവിടെ മറ്റേ സൗദിയിലായിരുന്നല്ലോ. അപ്പൊ ഈ കൊറോണ ഒക്കെ പാടെ വന്നപ്പോ ഇങ്ങോട്ട് പോന്ന്. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ രണ്ടാമത് തിരിച്ചു പോവാൻ നോക്കിയപ്പോ അത് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതെ, എന്താ വിമാനം ഇല്ലാത്രേ? സൗദിയിലൊക്കെ വിമാനം ഇല്ല. അല്ലോ ഇനിയിപ്പോ എന്താക്കൂ? എന്താക്കും നിക്കൊരു പെടുത്തൂല്ല. ഇനിയിപ്പൊ ഈ ചെക്കതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവിടെ കമ്പനിയിൽ എടുക്കൂല എന്നാ പറയണേ. എന്താ അവർക്ക് ഇനിയിപ്പോ ഓന്റെ പണി പോവും. 10 രൂപ. അല്ല, ഓന്റെ പണി പോവും. പണി പോവാ, അല്ലാണ്ട് ഇപ്പൊ എന്തെയാണ് ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ ആ വിസക്ക് കൊടുത്ത കായ് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളൊരു പതും പോയി. നിങ്ങളൊരു പണി ഓനോട് ഇപ്പൊ പണി തുടങ്ങിക്കോളം പറയും. ഇതിപ്പോ ബോംബെ മോഡൽ പണിയാ ഞാൻ എടുക്കണേ. എന്താ കച്ചവടം അറിയോ? അല്ല, എന്റെ അടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നാടൻ പലഹാരം ഒന്നും ഇല്ല. ഒന്നുമില്ല, കംപ്ലീറ്റ് ബോംബെ ആണ്. ഞാൻ വീട്ടിലും ഒളിച്ചും പാത്തും വന്ന് നടക്കേണ്ട കാര്യമില്ലേ? പിന്നെ അത് പറഞ്ഞ് ഞാൻ ഇറങ്ങി വരുമൊന്നുമില്ല. സെൽഫി എടുത്താലോ നമുക്ക്? ഇതേ ഇന്ന് നമുക്ക് നീ പറഞ്ഞിട്ടുള്ള എല്ലാ പരിപാടികളും ഇന്ന് നടത്തണം. നമുക്ക് ബീച്ചിൽ പോകാം, സിനിമക്ക് പോകാം, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലുലു മാളിൽ ഒന്ന് കറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാ പോരെ? എല്ലായിടത്തും പോവാം, പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് വീട്ടിൽ എത്തണം. അയ്യോ, 1 മണിക്കൂറിനൊന്നും പോകല്ലേ. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കണേ. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, അയ്യോ എന്തായി പൊക്കത് നോക്കി നടക്കണ്ടേ പണ്ട് അതവിടെ വെച്ച്. എന്താണ് എന്താ ഒച്ചെടുക്കല്ലേ. അതെ, ഞങ്ങള് പുറകോട്ട് വലിക്കാം. ഇങ്ങോട്ട് വലിച്ചു. കൊല്ലില്ലേ? വലിക്ക് കരയല്ലേ. ഞാനേ കരയല്ലേ, ഞാൻ എടുത്തു തരാം. ഒന്നുമില്ല. അറിയാം. നോക്കണ്ടേത് അനങ്ങല്ലേ. ഞാൻ ഒന്ന് പോക്കട്ടെ. വലിച്ചേ പോനേടാ. കരയല്ലേ. മിണ്ടല്ലേ. ചേട്ടാ അതെ, വൈഫ് ആ കാണയില് വീണേ. ഞങ്ങള് നടന്നു പോണേർന്നല്ലേ, അപ്പൊ അറിയാതെ കാല് തെറ്റി അതില് വീണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? വരാൻ പറ്റൂല. അതില് നടന്നു പോയപ്പേ അറിയാതെ കാല് അതില് വീണ് സ്ലാബിലേ. ഒന്ന് പിടിച്ചു തരുമോ? നിങ്ങൾക്ക് എന്തിന്റെ ചേട്ടാ ഒന്ന് വയസ്സാകാലത്ത് നിങ്ങൾ അതിനടക്കം ഇവിടെ കുത്തിരിക്കി. എന്ത് പേടിക്കണ്ട എടുക്കാം. എന്താ പറ്റിയ എന്തിനിപ്പോ ഈ സ്ലാബുകൾ തല്ലി പൊളിച്ച? സ്ലാബ് പൊളിച്ചതല്ല, അത് പൊളിഞ്ഞു കിടക്കായിരുന്നു. ഞങ്ങള് നടന്നു വന്നപ്പോ അറിയാതെ അതിൽ വീണു പോയതാണ്. എവിടുന്ന് വരും നിങ്ങള്? ഞങ്ങളിവിടെ അടുത്ത് കഞ്ഞിക്കുഴി. ഒന്ന് പൊക്കാൻ എങ്ങനെയാണ് കരയല്ലേ. എന്താ എവിടുക്കാ പോണു നിങ്ങള്? ഡോക്ടറെ കാണാൻ പോയതാണ്. ഏത് ഡോക്ടറെ? മജീദ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. വിശേഷം എന്റെ ചേട്ടാ എന്തെങ്കിലും ആ കസേര ഒന്ന് എടുത്തു തരുമോ? കസേര എന്തിനാ? പൊക്കി ഒന്ന് ഇരുത്തി കഴിഞ്ഞാൽ കാല് പതുക്കെ നമുക്ക് വലിച്ചെടുക്കാല്ല. നിങ്ങളിപ്പോ ഇവിടെ കുത്തിരിക്കാൻ വന്നാ ഇവിടെ എനിക്ക് പോണൊന്നുമില്ലേ? ഒന്ന് സഹായിക്കാട്ടാ. ഏട്ടങ്ങറാന്ന് ഞാൻ പൊന്തിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്തെങ്കിലും നോക്കട്ടെ. ഒരു പാരയായാലും മതി. അതെ, ഇതോ
ആ കുട്ടിയത് അതില് കുടുങ്ങിയേക്കണ്. അയ്യ എന്റെ ഫോണൊന്ന് എടുത്ത് മാറ്റിട്ട് ഇതൊക്കെ ഒന്ന് നോക്കണം. ഞങ്ങൾ എന്താണ് വണ്ടി ഒരു കമ്പിപ്പാറ എന്തെങ്കിലും ഒന്ന് കുത്തി പൊന്തിക്കാനായിട്ട് എന്ത് കമ്പിപ്പാറ എന്തെങ്കിലും എന്താ നോക്കണം അതിന്റെ ഉള്ളില്. കമ്പിപ്പാരൊന്നും ഇവിടെ ഇല്ല. ഒന്നുമില്ലേ? നിങ്ങളാ സുലൈമാന്റെ വീഡിയോ പോയി കടണ്ടാവും. എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കുട്ടിയെ മാനെ അവിടെ ഒരു സാധനം ഇല്ല. ഒന്നാമത്തെ ഒരു ഹമുക്കാണ് അവൻ. ഒരു സാധനം തരൂല. എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. എന്തിപ്പോ ഞാനെന്താ കാട്ടണ? ഇജ്ജ് എവിടെയും പോയിട്ടൊന്ന് അന്വേഷിക്കാന്നല്ലാണ്ട് ഒന്നും കൂടി നോക്കിയാ ഒന്ന് കാര്യം പൊന്തിച്ചേ. നിക്ക് അല്ല മറ്റേ എങ്ങനെ മാറി എടുക്കട്ടെ. കാലട കൊടട കാലി അതാ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിടല്ലേ. എന്തൊരു അടങ്ങാത്. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. എന്തെങ്കിലും ഒന്ന് തിക്കി ഇടിച്ച് മാറ്റാനേ. എന്തെന്നപ്പ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യ്. ഞാനേ ഈ കുട്ടീനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റോ? ഇല്ല, ഒരു കസേര എടുത്താലേ ഒരു കസേര കിട്ടി നമുക്ക് പൊക്കി ഇരുത്തി കഴിഞ്ഞപ്പോ അതൊക്കെ കാല് പൊക്കി വെക്കാല. കിട്ടോ? ഈ എന്റെ ഫോൺ എടുത്ത് മാറ്റാം. ഒരു കസാരം കാട്ടി അല്ല ആ കുട്ടിക്കൊന്നും അവിടെ കുറച്ചത് ഇരിക്കാൻ അങ്ങനെ ഇരുന്നിട്ട് ശരിയാവണില്ല. അപ്പൊ ഓരോ എണീച്ച് പോണില്ല. ഇവിടെ കുത്തിരിക്കാൻ പരിപാടിയാ. എടോ അത് ഇട്ട് കൊടുത്താൽ ആ കാലും ഇങ്ങോട്ട് പൊന്തിക്കാലോ. അവിടെ ഇരുന്നാല് ഇവിടെ ചാ പിടിക്കാൻ വരുമ്പോ ഞാൻ എന്താ അന്നോട് വർത്താനം പറയാൻ മണ്ടു പതുക്കെ ഇരിക്കണേ. ഇജ്ജ് കെട്ടി മറിഞ്ഞു വരില്ല. ഇറക്കി വെക്ക്. പതുക്കെ കാര്യം വലിക്കണേ. എന്താ റബ്ബേ കാലം അവിടുന്ന് ഊരി പോയിരിക്കോ? ഇങ്ങനെ വിളിക്കണേ. എന്തെങ്കിലും ഇവിടെ ഈ അരികൊന്ന് തല്ലി പൊട്ടിക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ ഇജ്ജൊരു കാര്യം ചെയ്ത് ആ സ്ഥലത്ത് അവിടെ എവിടെയെങ്കിലും പോയിട്ടേ എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കിയാ. മിണ്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാട്ടാ. കുഴപ്പമില്ല. ഞാൻ പിടിക്കാം. പേടിക്കണ്ട. ഇതിന്റെ ഒരു കുട്ട പ്രായമുള്ള പേടിക്കണ്ട കേട്ടോ. എന്താ എന്റെ പേര്? മണ്ടു. വെറുതെ അല്ല ഇതില് വന്ന് കുടുങ്ങിയത്. കുട്ടികളൊക്കെ ഉണ്ടോ നമുക്ക്? ഇല്ല. ഇല്ല ഞാൻ പാറ്റേനെ കൂടി കൊണ്ടുവന്ന് ഇതില് ചാടിച്ചായിരുന്നു. ഇപ്പൊ നിങ്ങള് കമ്പിമ പിടിക്കണ ഇജ്ജ് നല്ല വിളിക്കണ എന്തിനാണ്? എന്തൊരു അലാക്കാ നോക്കിയാ. അപ്പൊ ഒരു മനുഷ്യന് ഈ വഴിക്ക് പഞ്ചായത്തിന്റെ സ്ലാബാണ്. കാലെടുക്കാനും പറഞ്ഞ ആൾക്കാർ ചീത്ത പറയൂ. ആ പഞ്ചായത്ത് മെമ്പറെ കണ്ടിനി തല്ലു കൊല്ലു. ഇപ്പൊ എന്താ മേടിക്കാൻ പോയത്? ഈ കല്ലെടുക്കാനാ പോയത്? അവിടെ വീടുകളും ആരും കാണാനുമില്ല. ഒരു പാര കിട്ടാൻ വല്ല സംവിധാനം ഉണ്ടാ? ഒരു കഷ്ടം നോക്കി. ആകെ ഒരു പാര ഉള്ളത് ഓനാണ്. വേറെ ഒരു പാര കിട്ടൂല. പിന്നെ എന്റെ പൊന്നാരൊക്കെ ഒരു പാര കിട്ടിക്കഴിഞ്ഞത് ഇവിടെ ഇട്ട് ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് എന്തിനും എടുത്തോണ്ടിരാൻ പറ്റോ നോക്കട്ടെ. ഇവിടെ ഇരുന്നോ. ഞാൻ നോക്കട്ടെ കേട്ടോ. സമാനപ്പെട്. ഞാനേ നോക്കട്ടെ. വലിച്ചേ. അറിയണ്ട. ഹലോ എന്താണ് ചേട്ടാ വൈഫാണേ. ഞങ്ങളിങ്ങോട്ട് നടന്നു വരണായിരുന്നു. അറിയാതെ സ്ലാബിന്റെ ഇടയിൽ കാല് പോയി. അതിങ്ങനെ വലിച്ചിട്ട് കിട്ടാൻ പറ്റണില്ല, എടുക്കാൻ പറ്റണില്ല. സ്ലാബിന്റെ ഇത് കുടുങ്ങിപ്പോയല്ലേ. ഉള്ളിൽ എന്തോ കമ്പിയുണ്ട്. അതിങ്ങനെ വട്ടം നിക്കാണ്. അതൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടി. എന്തിനു കൊടുത്തിട്ട് കാല് ഇട്ടതല്ല ചേട്ടാ. നടന്നു വന്നപ്പോ അറിയാതെ വീണതാണ്. ഇതില് പാമ്പൊക്കെ ഉണ്ട്. ഇല്ല പാമ്പുണ്ട്. ഇല്ല ഒന്നുമില്ല. നമുക്ക് പോകാം. പ്യാരിയേട്ടനില്ല. നീ സമാധാനപ്പെട്. ഒന്ന് വലിച്ചു നോക്കി. അപ്പൊ കാല് കീറണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനേ ഫയർഫോഴ്സ് വിളിക്കാം. അച്ഛൻ ഫയർഫോഴ്സിലാ. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട ചേട്ടാ. നമുക്ക് വലിച്ചെടുക്ക. ഇത് എങ്ങനെയെങ്കിലും ആരെ അറിയിക്കണ്ട. ഞാൻ ഫോൺ എടുത്തില്ല. അതെ മൈദോ അന്റെ ഫോൺ മേടിക്ക. അതിനാ ആ കുട്ടിയുടെ കാലയിൽ കുടുങ്ങിയതേ. അതിനും കിട്ടിയില്ല. അത് കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തിനാ ഫോൺ? എന്തിനാ ഫോണെ? ആ ഫയർഫോഴ്സിനെ വിളിക്കാം. അവര് വരട്ടെ. അത് കട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് വിവരക്കേടാണ് സത്യേട്ടൻ പറയണേ? എന്തിനാ ഫയർഫോഴ്സിനെ വിളിക്കണേ? ഫയർഫോഴ്സിനെ വിളിച്ചു കൊടുത്താൽ അത് കട്ട് ചെയ്യാൻ പറ്റുന്നേ. ഫയർഫോഴ്സ് ആ ഹോണൊക്കെ മൊയ്ക്ക് വന്ന ആൾക്കാർ മുഴുവൻ വിവരം അറിയില്ലേ? ആളുകൾ അറിഞ്ഞോട്ടെ. അതിനെന്താ? ആൾക്കാർ വിവരം അറിഞ്ഞാൽ നാളെ ടിവിയില് വാർത്ത വരൂ. വന്നോട്ടോ. അതിനെന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെമ്പർ അല്ലേ? വാർഡ് മെമ്പർ അല്ലേ? നിങ്ങൾക്കല്ല അതിന്റെ മോശം. നമ്മളെ പഞ്ചായത്തിലെ സ്ലാബിനുള്ള ഒരു പെൺകുട്ടിന്റെ കാല് കുടുങ്ങിയിട്ട് അത് എടുക്കാൻ പറ്റില്ല എന്ന് നാട് മുഴുവൻ അറിയിക്കാം.
പിന്നെ നിങ്ങള് നാണക്കേടാവൂലേ? ഓ അത് പറ്റില്ലല്ലേ? അത് പറ്റൂല. അപ്പൊ അത് വേണ്ട. നിങ്ങളെ കാല് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കി? ആ ശരി എന്നാ. അതല്ലേ? ആ താങ്ക് യു കേട്ടോ. ആ അതെ ഹലോ നോക്കേ, ഫയർഫോഴ്സ് വരില്ല. ഫയർഫോഴ്സ് വേറെ പെര കത്തോടത്ത് പോയി. പെര കത്തിട്ട് അവിടേക്ക് പോയി. അതെ പാലെടുക്കാൻ വിട്ടാണ് അയക്കാൻ. പാലെടുക്കാൻ വിട്ടാണ് ഈ കാക്കേ. മൂപ്പില് വരട്ടെ. വേമ്പാ വേമ്പാ. നിങ്ങള് പോയില്ലേ? അത് അനക്കല്ല, അത് സ്ലാബിന്ന് കിട്ടണില്ല. അത് ഏത് പാല കിട്ടിയാ? പാരെ പാലെടുക്കാനല്ലേ ഇക്ക പോയത്? ഞാൻ പാരെടുക്കാൻ പോയതാണല്ലേ. പടച്ച റബ്ബേ, ഞാൻ അവിടെ ചെന്നപ്പോ ആ ചെക്കനോട് കണ്ണി കണ്ടൊക്കെ സംസാരിച്ച് ഞാൻ അത് മറന്നു. പാല് മേടിക്കാൻ മറന്നു പൊന്നാറ മോനെ. അത് ഞാൻ മറന്നുപോയി. ചെക്കൻ വന്നിട്ട് പോയോ? ഇല്ല, ഓന്റെ കാര്യമൊന്നും പറയണ്ട. അതാണ് അവൻ ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞ ആകെ ഇതായി എനിക്ക്. ഞാനെന്താ വന്ന സമയത്തൊന്ന് കണ്ടു. സ്ലാബ് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണല്ലോ. എന്താ കാട്ടില് പള്ളിയിൽ പോണ്ട മനുഷ്യനാണ്. എന്ത് ജാതി പണി കാണിക്കണേ? അറിഞ്ഞിട്ടല്ലേ അതിൽ കൈയിട്ടപ്പോ ആയിപ്പോയ ഞാൻ കഴുകി തരാം. ഓരോ ഹാലാക്ക് ഇതൊന്ന് എന്ന് ഒരു പാര ഒന്ന് മേടിച്ചതായി. അനക്ക് ഇനി ഭാരം കൂടി ഇന്ന ഭാര വെച്ചിട്ട് നിങ്ങൾക്കും ഇല്ല വീട്ടില് അമ്മയും പെങ്ങന്മാരും. അതെ, ഞാൻ നോക്കട്ടെ ഞാൻ മറന്നതാണ്. എവിടുന്ന പാരട്ട? ഭാരത് അവിടെ എങ്ങനെ വീട്ടിൽ നോക്കണം. അല്ല ഇപ്പൊ എന്താ ചെയ്യണത്? കുട്ടി ഒന്ന് എണീക്കാൻ പറ്റുമോ നോക്കാം. പൊക്കി നോക്കി ഞാൻ കാല് വലിയ കാല് കീഴിരിക്കാണ്. ഞാൻ നോക്കട്ടെ. ആ വരണോ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബില് മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.